പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ തുടർച്ചയായ 4ാം ദിനവും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭ സ്തംഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് ശേഷം ചർച്ച നടത്താമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. അതേസമയം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പ്രധാനമെന്നും ചോദ്യപേപ്പർ ചോർച്ചകളിൽ രാജ്യത്ത് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്നും പറഞ്ഞ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനം ശക്തമാവുകയാണ്. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നേ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ നേർക്കുനേർ പ്രതിഷേധവുമായി എത്തിയത് നാടകീയത സൃഷ്ടിച്ചു. ഇതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചു. ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറെന്നും സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കണമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. എന്നാൽ ആദ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും അതിനുശേഷം മാത്രം ചർച്ചയെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ നിലപാട് വ്യക്തമാക്കി. इस्तीफा जरूर होना चाहिए और जब तक आप इस्तीफा नहीं दिलाएंगे डिस्कशन शुरू. ചോദ്യപേപ്പർ ചോർച്ചയിൽ മൗനം പടിഞ്ഞ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പ്രധാനമെന്നും ചോദ്യപേപ്പർ ചോർച്ചകൾ പരിശോധിക്കാൻ രാജ്യത്ത് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്നും പറഞ്ഞു. ഇതിനെതിരെയും പ്രതിപക്ഷം ശക്തമായ വിമർശനമുയർത്തി. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കണമെന്നും വിദ്യാർത്ഥികളോട് പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ചങ്ങലയിലെ അവസാന കണ്ണിയെ വിചാരണ ചെയ്യുന്നതല്ല നീതിയെന്നും ആരെയും വെറുതെ വിടരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ആരംഭിക്കേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിൽ നിന്നെന്നും ജോൺ ബുട്ടാസ് എംപിയും പ്രതികരിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.